ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റി സ്നാക്സാണ് കേട്ടോ. നമ്മുടെ ചക്കക്കുരു വെച്ചിട്ട് ഒരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമാവണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഒരു ബൗളിൽ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്, നല്ലപോലെ കഴുകിയെടുത്തതാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊരു 2 വിസിലടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെന്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ വിസിലൊക്കെ പോയി തൊലിയൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ചോപ്പ് തൊലി കളയണ്ട കേട്ടോ, വെള്ളത്തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് കിട്ടുക. ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ലോണം അങ്ങോട്ട് അരഞ്ഞു പോവും വേണ്ട, എന്നാൽ അറിയാതിരിക്കാനും പാടില്ല, ആ രീതിയിലാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സബോള ചെറുതായി അരിഞ്ഞതാണ്, കുറച്ച് കറിവേപ്പില അരിഞ്ഞതും, 1 സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പിന്നെ ഇതിലേക്ക് പൊടിയായിട്ട് ഞാൻ 1 ടീസ്പൂൺ മൈദപ്പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഉരുളയായിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റണ ആ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോകരുത്, ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് കുറേശ്ശെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ ഒന്ന് ഉരുട്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ബോളാക്കിയിട്ട് എടുത്താൽ മതി. നമ്മൾ സാധാരണ എന്താ പറയുക, നമ്മൾ കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് കുറേശ്ശെ എണ്ണ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. എണ്ണ നല്ല ചൂടായതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ വേണം അത് വയ്ക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ ഇതൊന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റുള്ളൊരു വടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.